ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളെക്കുറിച്ച് ചോദിച്ചു, എങ്ങനെയാണ് എന്നോട് പറഞ്ഞതെന്ന് പറയാം. സാധാരണ പിള്ളേരെയാണ് എന്ന് പറഞ്ഞാൽ ചില കുഴപ്പമൊക്കെ പിള്ളേർ വിശ്രദ്ധിക്കാനൊക്കെ കാണണം. എന്നോട് പറഞ്ഞ മറുപടി നല്ല പിള്ളേർ. അതുകൊണ്ട് നല്ല പിള്ളേരായിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു കൈയ്യടി തരികയാണ്. ഞാൻ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ ധ്യാനത്തെ ഇതിലൂടെ സ്വാഗതം ചെയ്യാൻ കാരണം ഒത്തിരി പേർക്ക് വരാൻ ഉള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എത്ര പേരാണ് വന്നത്? പ്രത്യേകിച്ച് അവധിക്കാലമൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാനൊക്കെ തീരുമാനമെടുത്ത സമയത്ത് എന്താണെങ്കിലും അതൊക്കെ ഒന്ന് വിട്ട് 3 ദിവസം കേസിലുള്ള ധ്യാനിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ നല്ല മനസ്സിലാണ് നന്ദി പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും ഈ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ടേ പോകും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ധ്യാനത്തിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് മരിക്കാതിരിക്കാൻ ഉള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, പണ്ടൊക്കെ ഒത്തിരി പ്രായമുള്ള ആളുകളാണ് മരിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? കാണോ പറഞ്ഞേ. ഇപ്പോ കൂടുതൽ കുട്ടികൾ മരിക്കുന്നുണ്ട്, ചെറുപ്പക്കാർ മരിക്കുന്നുണ്ട്, പ്രായമാക്കുന്നവർ മരിക്കുന്നുണ്ട്. അതിന്റെ കണക്ക് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ശ്രദ്ധിച്ച്, ഞാൻ മരിക്കാണ്ടിരിക്കാനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ വളരെ മരിക്കണം താല്പര്യമുള്ളവർ ഉണ്ടായി പോകാം. ഒരേ ഒരാളെ ജനം മാത്രമേ എന്നെ മരിക്കണമെന്നാണ് മരിക്കുന്നതാണ്. മരിക്കണ്ട, ഓക്കെ. അപ്പൊ ഞാൻ എനിക്ക് ഒരാൾ മാത്രം കരുതി പൊക്കാൻ ശ്രമിക്കുന്നവരെനിക്ക് തോന്നുന്നു. ശ്രദ്ധിച്ച് നമുക്ക് കുറച്ചുകൂടെയൊക്കെ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കണം, അല്ലേ? പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. ഇനി 10ലേക്കുള്ള പൊക്കിക്കേ. ഇനി 10ാം ക്ലാസ്സിലേക്ക് കൈ പൊക്ക്, നല്ലൊരു പൊക്കട്ടെ, നല്ല കാണാൻ പറ്റുള്ളൂ. 2, 4, 7 പേരുണ്ട്. കൊള്ളാം. നിങ്ങൾ 7 പേരും 10ാം ക്ലാസ്സിലേക്കാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. കാരണം കേട്ടിട്ട് ഞാനും കണ്ടു, ഈശോയും കണ്ടു. പപ്പ സ്വാഭാവികമായിട്ടും നമ്മുടെ റിസൾട്ട് വരുമ്പോൾ എങ്ങനെയുണ്ട് മാർക്കെന്നറിയാൻ ഭയങ്കര താല്പര്യം, അല്ലേ? ആണോ? പറഞ്ഞേ, ബാക്കിയുള്ളവർ പറ. ആണോ? അതെ. 7 പേരുണ്ട്. ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. എത്രയോ 10ാം ക്ലാസ്സിലേക്ക് വരാവുന്ന കുട്ടികളുണ്ടായിട്ട് നിങ്ങൾ 7 പേരാണ് ഇവിടെ വന്നത്. ഇതിൽ CBSE-യിലുള്ളത് ഒരാളേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഏത് സിലബസാണ്? ഇന്ത്യൻ സിലബസ്. പിന്നെ കേരള സിലബസാണ്. സ്റ്റേറ്റ് സിലബസാണ്. സ്റ്റേറ്റ് സിലബസിലുള്ളവരാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ഫുൾ A+ നോക്കി കേൾക്കുമ്പോൾ എന്നാ തോന്നുന്നേ? പറയണേ, ഒരു സന്തോഷമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും സംഭവിക്കട്ടെ. അതങ്ങോട്ട് സ്വീകരിച്ചോ. പിന്നെ 10 കഴിഞ്ഞവരും ദൈവക്കേ 1 നല്ലൊരു ദൈവക്കേ 2, 5. ഇവിടെ ആൺകുട്ടികളാരുമില്ല, ഉണ്ടോ? ആരുമില്ല. 5 പേരാണ് 10ാം ക്ലാസ് കഴിഞ്ഞവരുള്ളത്. +2-നുള്ളവരുണ്ടോ? +2-ലേക്ക് ഒരാളുണ്ട്, 2, 3 പേർ. ഓക്കെ.
നിങ്ങളുടെയൊക്കെ റിസൾട്ട് ഇതുവരെ എന്തെങ്കിലും ആട്ടെ, അടുത്ത റിസൾട്ട് ഇപ്പം ഈ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇച്ചിരൂടെയൊക്കെ ഉത്സാഹിച്ചിരുന്ന കുറച്ചുകൂടെയൊക്കെ മെച്ചമാക്കാമായിരുന്നു എന്ന് തോന്നിയായിരുന്നോ? കൈ പൊക്കിയവർ പറ. തോന്നിയായിരുന്നെങ്കിലും ഒന്ന് കൈ പൊക്കിക്ക്. ഇച്ചിരൂടെയൊക്കെ ഒന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ സെറ്റപ്പ് ആകാം. ഓക്കെ, മതി. അടുത്ത നിങ്ങളുടെ റിസൾട്ട് ശ്രദ്ധിച്ചോ, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും. ഈ ധ്യാനം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. കാരണം ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈശോയുടെ മക്കള് വചനം കേട്ട് നല്ല മിടുക്കനാണെന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, മനുഷ്യന് കഴിവുകൾക്ക് ഒത്തിരി പരിധിയുണ്ട്, ദൈവത്തിൻ്റെ പരിധിയില്ല. ഒരു നിമിഷം മതി ദൈവത്തിന് എല്ലാം തരാൻ. ശരിയല്ലേ? ആണോ? പറഞ്ഞേ, പറ. അതെ, എല്ലാം തരാൻ ഒരു നിമിഷം മതി. അപ്പോൾ നമ്മൾ ആ ദൈവവുമായി നല്ല അടുപ്പമുണ്ടെങ്കിൽ നമുക്ക് എന്തും മേടിച്ചെടുക്കാം. ഒരു